എന്താ മോളൊരു വിഷമം? പരീക്ഷയില് മാർക്ക് കുറഞ്ഞോണ്ടാണോ? എന്താ കാര്യം? ഒന്നും പറയണ്ട ടീച്ചറെ, മാളൂന് പരീക്ഷയിൽ മാർക്ക് തീരെ കുറവാണ്. അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആഹാ, നല്ല കാര്യം. വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ 100% വിജയം. എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട്. 100% വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ, പാഞ്ഞാൾ ആൻഡ് ചെറുതുരുത്തി. പാലക്കാട്ടിലെ ഒരു കൂട്ടം ആളുകളുടെ സ്വപ്നം സിനിമയാകുന്നു. വള്ളുവനാടൻ ഗ്രാമഭംഗിയിൽ നിരവധി പുതുമുഖങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് കോലാഹലം സിനിമ നാളെ തിയേറ്ററുകളിലെത്തും. പാലക്കാട്ടെ ഒരു കൂട്ടം ആളുകളുടെ സ്വപ്നം സിനിമയാകുന്നു. വള്ളുവനാടൻ ഗ്രാമഭംഗിയിൽ നിരവധി പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്ന കോലാഹലം സിനിമ നാളെ തിയേറ്ററുകളിലെത്തും. ഷൊർണൂർ ത്രാങ്ങാലിയിലും ഭാരതപ്പുഴയുടെ തീരത്തുമായാണ് സിനിമ പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത്. അമച്വർ നാടകരംഗങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചവരുടെ തിയേറ്റർ സിനിമ എന്ന സ്വപ്നം ഇവിടെ പൂവണിയുകയാണ്. സിനിമ എന്ന ആഗ്രഹവുമായി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് ഇതിൽ വേഷമിട്ടിരിക്കുന്നത്. വർഷങ്ങളായുള്ള തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് തിയേറ്റർ സിനിമ എന്ന സ്വപ്നം കയ്യെത്തിപ്പിടിക്കുന്നത്. എക്കാലത്തെയും മലയാള സിനിമയുടെ ഇഷ്ട ലൊക്കേഷനായ ഷൊർണൂരും ഒറ്റപ്പാലവും പരിസര പ്രദേശങ്ങളിലുമായാണ് പൂർണ്ണമായും സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. പരിചയസമ്പന്നരും പുതുമുഖങ്ങളുമടക്കം നിരവധി കലാകാരന്മാർ കോലാഹലത്തിൽ പിന്നണിയിലും എത്തുന്നുണ്ട്. ആകെ 5 ഗാനങ്ങളുള്ള സിനിമയ്ക്ക് വിഷ്ണു ശിവശങ്കറാണ് സംഗീതം നൽകിയിട്ടുള്ളത്. താരനിരയുടെ വലിപ്പത്തിനപ്പുറം കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്ന സിനിമ തിയേറ്ററിലെത്തുന്ന പ്രേക്ഷകന്റെ സമയത്തിന് വില കൽപ്പിക്കുന്നതാകുമെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഉടലെടുത്ത ചിത്രമാണ്. ഷോർട്ട് ഫിലിം പിടിക്കുന്ന കാലം തൊട്ട് ഭാരതപ്പുഴയും ട്രെയിനും ഈ പരിസരങ്ങളിൽ മാത്രം ഷൂട്ട് ചെയ്തിരുന്ന കുറച്ച് ആളുകൾ മലയാള സിനിമ എത്തിപ്പിടിക്കുകയാണ്. അതിൽ റഷീദാണെങ്കിലും ഷിഹാബും, റഷീദാണ് ഇതിന്റെ ഡയറക്ടർ, റഷീദ് പറമ്പിലാണ്. ഷിഹാബ് അമലിനാണ് ഇതിന്റെ ക്യാമറാമാൻ. ഇതിനൊരു ടെക്നിക്കൽ ക്വാളിറ്റി കാണാനിട വന്നിട്ടാണ് ലാൽ ജോസ് സാർ ഇത് പ്രസന്റ് ചെയ്യാമെന്ന് പറയുന്നത്. ലാൽ ജോസ് ഒറ്റപ്പാലത്തുകാരനാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരം കഥ ഇനിയും ഉണ്ടായിരുന്നോ, ഇവിടെ ഇനിയും കഥകൾ ഉണ്ടായിരുന്നോ, ഈ കഥ ഈ പിള്ളേർ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇത് മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങളൊരു സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങൾ ഷോർട്ട് ഫിലിം എടുത്തു തുടങ്ങിയ ഒരു പ്രദേശത്ത് തന്നെ ഒരു മുഴുനീള സിനിമ, ഒരു വീട് ഇതിലൊരു കഥാപാത്രമാണ്. പ്രാങ്ങാലി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലെ വീട് ഇതിലെ കഥാപാത്രമാണ്. ഭാരതപ്പുഴയും ട്രെയിനും ഒക്കെ ഇതിലെ വന്നു പോകുന്നുണ്ട്. ഈ നാട്ടിലെ വള്ളുവനാട്ടിലെ വളരെ സാധാരണ മനുഷ്യരുടെ മരണവുമായി ബന്ധപ്പെട്ട ജീവിതവുമാണ് ഞങ്ങളിതിൽ പ്രതിപാദിക്കുന്നത്. എല്ലാവരും ഈ സിനിമ കാണണം. ഇന്ത്യയിലും വിദേശത്തുമായി വിവിധ ഫിലിം ഫെസ്റ്റിവലുകളിൽ നിന്നും കോലാഹലം കരസ്ഥമാക്കിയത് 15ഓളം പുരസ്കാരങ്ങളാണ്. 1 മണിക്കൂറും 40 മിനിറ്റും ദൈർഘ്യമുള്ള സിനിമയിൽ ഒരു മരണവീട്ടിലെ രംഗങ്ങളാണ് കേന്ദ്ര പശ്ചാത്തലം. ഷിഹാബ് ഓങ്ങല്ലൂരാണ് ക്യാമറാമാൻ. 1 മാസത്തിനുള്ളിലാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചത്. നാടകരംഗത്ത് നിറഞ്ഞാടിയ സ്വാതി മോഹനൻ, സീരിയൽ താരം വാണിയംകുളം സ്വദേശി വിഷ്ണു ബാലകൃഷ്ണൻ, കുളപ്പുള്ളി സ്വദേശി രാജീവ് പിള്ളത്ത് തുടങ്ങി ഷൊർണൂർ, ചെറുതുരുത്തി, പട്ടാമ്പി, ഒറ്റപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് സിനിമയിലുള്ളത്. ഫൈൻ ഫിലിംസിന്റെ ബാനറിൽ സന്തോഷ് പുത്തൻ നിർമ്മിക്കുന്ന കോലാഹലം സംവിധാനം ചെയ്തിരിക്കുന്നത് റഷീദ് പറമ്പിലാണ്. വിശാൽ വിശ്വനാഥിന്റെയാണ് തിരക്കഥ. സംവിധായകൻ ലാൽ ജോസ് ആണ് സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മലയാളികൾക്ക് ഒരു പുതിയ കള്ളനെ കൂടി പരിചയപ്പെടുത്തുന്ന സിനിമ നാളെ കേരളത്തിലെ 100-ലധികം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. എന്ന് പറയുന്ന സിനിമ ഈ ഒറ്റപ്പാലത്തും ഷൊർണൂർ അതിന്റെ പരിസര പ്രദേശങ്ങളിലും ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഞങ്ങള് കുറെ ഈ നാട്ടുകാരായിട്ടുള്ള കലാകാരന്മാര്, ടെക്നീഷ്യൻസ് എല്ലാവരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളതും വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ. പിന്നെ ക്യാമറാമാൻ ഷിഹാബ് ആണെങ്കിലും മ്യൂസിക് ഡയറക്ടർ വിഷ്ണു, അതുപോലെ ആർട്ടിസ്റ്റുകളായിട്ടുള്ള സ്വാതി മോഹനേട്ടൻ, അതുപോലെ അച്യുതാനന്ദേട്ടൻ, അങ്ങനെ സിനിമയിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാള സിനിമയുടെ ഇഷ്ട ലൊക്കേഷനായ ഒറ്റപ്പാലം, വള്ളുവനാട് പ്രദേശങ്ങൾ കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അതിന്റെ ആ ഒരു റിയൽ അന്തരീക്ഷത്തിൽ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഗുണമായിട്ട് കാണുന്നത്. കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുള്ള മാന്നന്നൂരുള്ള ഒരു വീടും അതിന്റെ പരിസര പ്രദേശങ്ങളും റെയിൽവേ ട്രാക്കും ഭാരതപ്പുഴയും ഒക്കെയാണ് സിനിമയിൽ പ്രധാന ഭാഗങ്ങളിൽ കടന്നു വന്നിട്ടുള്ളത്. പിന്നെ സിനിമ പറയുന്ന വിഷയവും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയമാണ്. ഒരുപാട് ഒരു തമാശയിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ഒറ്റപ്പാലത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ലാൽ ജോസ് സാറാണ് സിനിമ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.